ഇവിടുന്ന് കാണാനല്ലേ കുറച്ചുകൂടി നടക്കുക. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ കാണാം. അപ്പോൾ ഹായക്കുട്ടിയുടെ പല്ല് വലിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ പഠിച്ച പണി 18 നോക്കി, എനിക്ക് സഹായിച്ചില്ല. അവൾ കരയായിരുന്നു. ഓൾറെഡി അകത്ത പല്ല് വന്നതുകൊണ്ടാണ് അതെനിക്ക് വലിക്കാൻ പറ്റിയത്. അങ്ങനെ 2 പല്ല് വലിക്കാനുണ്ട്. അപ്പോൾ ആ രോദനം നിങ്ങൾ പറയണ കേട്ടല്ലോ അല്ലേ. ഭയങ്കര ഉഷാറിലാണ് വരുന്നത്. പക്ഷേ ആൾക്ക് ഭയങ്കര പേടിയുണ്ട് പ്രാവശ്യം പല്ല് വലിക്കാൻ. അതെന്താ സംഭവം എന്ന് എനിക്ക് പിടികിട്ടിയില്ല. ഓപ്പറേഷൻ ചെയ്തപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നില്ല, ഇതിനു മുമ്പ് പല്ല് പറിച്ചപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഇതെന്താണിപ്പോൾ എന്ന് എനിക്കറിയില്ല. സൂചി വെക്കുന്നതൊന്നും അവൾക്ക് പേടിയില്ല. ഇപ്പോൾ ഓൾറെഡി ഈ പല്ല് നല്ല വേദന ഉണ്ട് തോന്നുന്നു. ഞാൻ വലിച്ചപ്പോൾ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല വേദനയാണ്. ഈ പുഴയും താണ്ടി വേണം കേട്ടോ ഹോസ്പിറ്റലിൽ എത്താൻ. ഞാനും ഹൈമോളും അതൊക്കെ എടുത്ത് ചാടി പോവാണ്. വയ്യാവേലി ഒരു തോണി കിട്ടിയിട്ടെങ്കിൽ തുഴഞ്ഞു പോവായിരുന്നു എന്നുള്ളൊരു ഇതിലായിരുന്നു. എങ്ങോട്ട് പോകാനും മടി, അതൊന്നും എടുത്ത് ചാടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഭയങ്കര മടി. അങ്ങനെ ഹൈയുടെ കയ്യും പിടിച്ച് ഞങ്ങൾ റോഡിലോട്ട് പേരാപ്പാറ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അത്യാവശ്യം ഈ ചിനാട്ടാൻ ആൾക്കാരുള്ളതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, അവിടെ പേഷ്യൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ അകത്തോട്ട് തന്നെ പോയി അങ്ങനെ ഹൈമോളുടെ പല്ല് കയ്യോടെ വലിച്ചു കേട്ടോ. ഡോക്ടർ ഓൾറെഡി അവിടെ കോളിലായിരുന്നു. പിന്നെ ഡോക്ടർ കയറാൻ പറഞ്ഞു. അങ്ങനെ അകത്തോട്ട് കയറി. പിന്നെ ഹയോട്ടിയുടെ പല്ല് വലിക്കാനുള്ള ശ്രമത്തിലായി. അങ്ങനെ ഹയ കടന്നതും കണ്ണീര് ഇത്തിരി സൈഡിൽ കൂടെയൊക്കെ വരാൻ തുടങ്ങി. മുഖഭാവമൊക്കെ എക്സ്പ്രഷനൊക്കെ ആകെ മാറി തുടങ്ങി. ഇമ്മ അവിടെ തന്നെ നിൽക്ക്, എൻ്റെ കൈ പിടിക്കുക എന്നൊക്കെ ഉള്ള ഡയലോഗുകളായി. അവൾക്ക് എപ്പോഴും എന്തെങ്കിലും അവളെ ചെയ്യുമ്പോൾ ഒന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കൈകളുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പേടിക്കേണ്ട, വേദനിക്കൊന്നുമില്ല, സ്പ്രേ ചെയ്യുമെന്നൊക്കെ പറയാണ്. അങ്ങനെ പല്ല് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ പല്ല് വന്നുകൊണ്ട് അതങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം തൊട്ട് കാണിച്ചു കൊടുത്തു. ഡോക്ടർ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പല്ല് വന്നിട്ടുണ്ടല്ലോ, തള്ളിപ്പോയിരിക്കണമെന്ന്. ഇനി എല്ലാം അത് കൈവച്ച് അമർത്തി കൊടുത്ത് സെറ്റാക്കി എടുക്കണം. അതൊന്നും കുഴപ്പമില്ല, പല്ല് കേട് വരില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇനി പഠിച്ചോൻ തന്നെ അവതാക്കി തരട്ടെ അല്ലേ. അപ്പോൾ ഡോക്ടർ പല്ല് വലിക്കേണ്ടതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ സ്പ്രേ അടിച്ചു കൊടുത്തു ഫസ്റ്റ് വായിൽ അവളുടെ. അപ്പോൾ തന്നെ അങ്ങനെ നമുക്ക് സ്പ്രേ അടിച്ച് കഴിഞ്ഞ് ചുണ്ടൊക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ബും നീച്ചിട്ടുണ്ടാവുമല്ലോ, അതേ ഒരു ലെവലിലേക്ക് അവൾക്കും ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് പല്ല് വലിച്ചതിന് ശേഷം. മണിക്കുട്ടനാണ് ക്യാമറാമാൻ, അവനും കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. അവന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്ത് അവൾ നോക്കുന്നുണ്ട്, ഇത് സ്പ്രേ ആണോ ഇഞ്ചക്ഷനാണോ എന്ന നോട്ടാണ്. അല്ലടാ സ്പ്രേ ആണ് പറഞ്ഞ് അങ്ങനെ വായിൽ സ്പ്രേ അടിക്കുന്നുണ്ട്. കണ്ണൊക്കെ നിറയാൻ തുടങ്ങിയ ആൾക്ക് കേട്ടോ. അങ്ങനെ ഡോക്ടർ വലിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ അറിഞ്ഞില്ലല്ലോ പല്ല് വലിച്ചത്. അയ്യേ ഞാനറിഞ്ഞു, ഒരു സാധനം ഇങ്ങനെ വലിച്ചെടുക്കണേ എന്നിട്ട് തന്നെയാണല്ലോ നീ പറയണത്. ഇനി പല്ല് വലിക്കാണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നീന്നല്ലോ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ സംഭവം ആളറിഞ്ഞിട്ടില്ല പല്ല് വലിച്ചത്. നല്ല കൂളായിട്ട് പല്ല് വലിച്ചു കേട്ടോ. ആ സ്പ്രേ അടിച്ചു കൊടുത്തതും ഓരോരോ കണ്ടുപിടുത്തങ്ങളില്ലേ. എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ പല്ല് വലിക്കാൻ പോവുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം ആ മോണ കിട്ടണ ഇഞ്ചക്ഷൻ തരും, എന്നിട്ടൊരു പല്ല് വലിക്കലാണ്. അതിലും നല്ല നമ്മൾ വീട്ടിൽ നിന്ന് പുഴക്കിയെടുക്കാമെന്ന് തോന്നും. അങ്ങനെ ഹൈമോള് കണ്ണടച്ചിരിക്കുന്നുണ്ടായിരുന്നു. 2 പല്ലും കൂളായിട്ട് ഡോക്ടർ വലിച്ചു. അത് കഴിഞ്ഞ് കുറേ ബ്ലഡൊക്കെ വന്നു കേട്ടോ. ഓൾറെഡി നന്നായിട്ട് ആടി നിന്നായിരുന്നു. പിന്നെ എന്താ ബ്ലഡ് വന്നതെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇനിയുണ്ടോ എന്നുള്ള എക്സ്പ്രഷനാണ് അവളുടെ മുഖത്ത്. ഇല്ല 2ഉം വലിച്ചു കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അത് വായിൽ പഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തു. എൻ്റെ പല്ല് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടൊരു സംഭവം ഉണ്ടാവുമല്ലോ. ഇനി എപ്പോഴാണ് ഇമ്മ ഐസ്ക്രീം മേടിച്ചിരുന്നത്? ഐസ്ക്രീം കഴിക്കാമല്ലോ പല്ല് വലിച്ചാൽ. ഈ കുട്ടികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പത്തിലൊക്കെ പല്ല് വലിക്കാൻ വരുന്നത് പല്ല് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാം എന്നൊരു വിചാരത്തിലാണല്ലേ. എൻ്റെ മക്കളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. അപ്പം നിങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ പഞ്ഞിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. കുറച്ച് നേരം ഇരുന്നിട്ട് പോവാടാ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പം മണിക്കൂട്ടൻ ജസ്റ്റ് ഒന്ന് വന്ന് അവളിനെ ഇളക്കിയിട്ടിരുന്നതാണ്. എൻ്റെ വായി അണിക്ക് അങ്ങനെ എങ്ങനെ കൈവച്ച് പൊത്തിയിട്ടിരിക്കുകയാണ്. കാണിക്ക് ഹയാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഹയമോളി ചിരിച്ചിട്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ദെൻ ബൈ.